അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിരാശ്രയനായി ഭൂവിലലയും നിൻ പേരല്ലയോ മനുഷ്യ. നിരാശ്രയനായി ഭൂവിലലയും നിൻ പേരല്ലയോ മനുഷ്യ. നിരർത്ഥകമായി നീ തേടുന്ന വാക്കോ വ്യർത്ഥമല്ലേ മനീഷ. ലക്ഷ്യമില്ലാത്തതും അർത്ഥമില്ലാത്തതും വെറും വ്യർത്ഥം മാത്രം. നടന്നു നീ ഭൂവിൽ നോക്കിട് മനുഷ്യ. പ്രപഞ്ചത്തിലെ സർവ്വതിലും നോക്കിയാൽ ജഗന്യന്താവിന്റെ പൊരുളുകളുണ്ട്. കാണുന്നതെല്ലാം വ്യർത്ഥമല്ലേ മനീഷ. ദുനിയാവിന്റെ ഇച്ഛകളിൽ അഭിരമിക്കുന്നവരെ കണ്ടോ? അതെല്ലാം വെറും പൊള്ളയാണടോ. മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളിലെല്ലാം സൃഷ്ടാവ് സന്നിഹിതമാകുന്ന ആത്മീയ പാരമ്യതയിൽ സൂഫിസം പാടുന്ന അനേകം വിരുദ്ധങ്ങളുണ്ട്. ദുനിയാവിന്റെ കൂരിരുട്ടിൽ കണ്ണു നട്ട് നടക്കുന്ന മനുഷ്യർക്ക് പുനർവിചിന്തനത്തിന്റെ പാന്താവുകൾ ഒരുക്കുകയാണ് സൂഫിയാക്കൾ, സൂഫി വിരുദ്ധങ്ങൾ. ഇത്തരത്തിൽ മസ്താൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ താനൂ രചിച്ച വിരുദ്ധത്തിൽ നിന്നും ഒരേട്. നടന്താർ നാടാകെ ഞാൻ നല്ലൊരു നരനെ നോക്കി നടന്നതും ബാക്കി. കുടമുല്ല പൂച്ചൂടി കുളിർമയിലാടുവാൻ ഗുണം കെട്ട പാപികൾക്കും ഗുണർ വഴി നേടുവാൻ. നടന്താർ നാടാകെ ഞാൻ നല്ലൊരു നരനെ നോക്കി നടന്നതും ബാക്കി. കുടമുല്ല പൂച്ചൂടി കുളിർമയിലാടുവാൻ ഗുണം കെട്ട പാപികൾക്കും ഗുണർ വഴി നേടുവാൻ. ഇലാഹി സ്മരണയിലേക്ക് തന്റെ കൈപിടിച്ചുയർത്തുന്നവരത്രയെ മുറബിയകൾ. സൂഫിയാക്കൾക്കെല്ലാം മീതെ ഇത്തരത്തിലുള്ള ഷെയ്ഖിന്റെ തെർബിയത്ത് അനുഭവിക്കാൻ സാധിക്കും. അവരതിനു വേണ്ടി കാതങ്ങൾ സഞ്ചരിക്കും, ത്യാഗങ്ങൾ അത്രയും സഹിക്കുകയും ചെയ്യും. കാരണം ഇലാഹി സാമീപ്യത്തിൽ ഏറ്റുവാങ്ങുന്ന കുളിർക്കാറ്റ് അത് അനുഭവിച്ചവരുടെ കരം പിടിക്കുക എന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഈ അവസാന കാലത്ത് ഗുണം കെട്ടവരുടെ അതിപ്രസരത്താൽ അനുരാഗ ലോകത്തെ കിരീട രാജാക്കന്മാരെ കണ്ടെത്തുക എന്നത് അസാധ്യമായിരിക്കുന്നു. മനുഷ്യൻ നന്നായാൽ പോരാ, മനസാക്ഷി വേണം. മറ്റുള്ള അയൽക്കാരോട് മനക്കൂറ് പോണം. മനുഷ്യൻ നന്നായാൽ പോരാ, മനസാക്ഷി വേണം. മറ്റുള്ള അയൽക്കാരോട് മനക്കൂറ് പോണം. അനുദിനം മഹാദേവനെ അനുസ്മരിക്കേണം. അസലുള്ള മുസൽമാനായി നീ വസിക്കേണം. നടന്താർ നാടാകെ ഞാൻ നല്ലൊരു നരനെ നോക്കി നടന്നതും ബാക്കി. മനുഷ്യൻ നന്നായാൽ പോരാ, മനസാക്ഷി വേണം. മനസാക്ഷിക്ക് ഒട്ടനവധി അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട് മഹത്തുക്കൾ. അമാനത്ത്, വിശ്വസ്തതയാണൊന്ന്. അകവും പുറവും, ചിന്തയും ചൈതയും, ലക്ഷ്യവും മാർഗവും എല്ലാം ഒരച്ചിൽ വാർത്തെടുക്കുമ്പോഴേ നാം മനുഷ്യരാകൂ. മനസ്സാണ് പ്രധാനം. ഇലാഹി സ്മരണ നിത്യമാക്കുക എന്നാൽ അസലുള്ള മുസൽമാനാകാം. അസൽ എന്നാൽ തേൻ എന്നർത്ഥം. മധുരമുള്ളതായി ഈമാൻ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴേ ഇൻസാനിയത്തിൻ്റെ സത്തയിലേക്ക് എത്തിച്ചേരാനാകൂ എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ സ്വർഗത്തിലേക്ക് ആനയിക്കുമ്പോൾ അവരെ സ്വീകരിക്കുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ഹബീബായ തങ്ങളെക്കുറിച്ച് അബ്ദുൽ ഖാദർ ഇച്ചമസ്താൻ അവരുടെ വിരുദ്ധം കേൾക്കാം. സുൽത്താനിയത്ത് പല രാജാംഗമുള്ള നില, സിറിൻ്റെ സിറേ പെരുമാ
സുൽത്താനിയത്ത് പല രാജാംഗമുള്ള നില സിറിന്റെ സിറ് പെരുമാ സുബ്ഹാനവന്റെ മറനീക്കി പടച്ചുള്ള സർദാരിമാമ് റഹ്മാൻ സർദാരിമാമ് റഹ്മാൻ അള്ളാഹു ആകുന്ന പരമരഹസ്യങ്ങളുടെ രഹസ്യമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ഒരു സൃഷ്ടിയുടെയും സൃഷ്ടാവിന്റെയും ഇടയിൽ 70,000 നൂറാനിയത്തുകൾ കൊണ്ടുള്ള മറകളുണ്ട്. ആ മറകളെല്ലാം ഭേദിച്ച് കാബ കൗസിൽ ഒരു അമ്പും വില്ലും ഒരു അമ്പും